സൗകര്യങ്ങളൊക്കെ വളരെ കുറവാ. സാറിന് ഇവിടെ താമസിക്കാൻ പറ്റുമോ? ഒന്നും കുഴപ്പമില്ല. മറ്റെല്ലാത്തിന്നും വിട്ടു നിൽക്കുന്ന ആളാ. ഇതിലും നല്ലൊരു സ്ഥലം വേറെ ഉണ്ടാവോ? അപ്പോ ഭക്ഷണം കൃത്യമായി ഞാൻ വീട്ടിൽ നിന്ന് എത്തിച്ചേരാം. അത് എസ്തപ്പൻ ചേട്ടനൊരു ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് വേണ്ടി സാർ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? ഇത് തിരിച്ച് അത്രേ ഉള്ളൂ. എസ്തപ്പൻ ചേട്ടനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അത് നേരെ. ആദ്യം എന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ആ വിദ്വേഷം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. അതിരിക്കട്ടെ, ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. സാറിന്റെ പേരെന്താ? കാർത്തികേയൻ. കാർത്തികേയൻ. ആ പേര് വേണ്ടായിരുന്നു. എന്താ എസ്തപ്പൻ ചേട്ടാ? ഏയ് ഒന്നുമില്ല. എടാ ഗൗരിയാണല്ലോ. സാറൊന്ന് പുറത്തേക്ക് നിൽക്കേ, ഞാൻ ഇവിടേക്കൊന്ന് തൂക്കട്ടെ. ഹലോ ഗൗരി. ഇപ്പൊ വിളിക്കാലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞു. ഉദ്ദേശിച്ചു പോയ സ്ഥലത്തെത്തിയോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഇവിടെ വളരെ സേഫാ. നന്ദൻ എവിടെ? നന്ദൻ ഇവിടെ ഉണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ മുരളേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? മുരളേട്ടനെ അന്വേഷിച്ചേ ഇവിടെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. പോലീസോ? അന്ന് വന്ന അതേ ആള് തന്നെ. അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. മുരളേട്ടന്റെ ഫോണിലേക്ക് എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു. ആ ഫോൺ എന്തായാലും കൊണ്ടുപോകാൻ തോന്നഞ്ഞത് ഭാഗ്യം. അയാളുടെ സംസാരം കേട്ടിട്ട് നിനക്കെന്താ തോന്നിയേ? ഞാനും അമ്മയും കള്ളം പറയുവാണെന്നൊരു തോന്നല് അയാൾക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളോടൊക്കെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. മുരളേട്ടനെതിരെ അന്വേഷണം കൂടുതൽ കർശനമാക്കുകയും ചെയ്യും. ഞാൻ നന്ദനോടൊന്ന് ചോദിക്കട്ടെ, നീ ഫോൺ വെച്ചോ. എന്താടാ? എന്നെ അന്വേഷിച്ച് വീട്ടിലെ പോലീസ് എന്നിരുന്നു. നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന കുഴപ്പമോ? പെട്ടെന്ന് തിരികെ പോകുന്നത് നല്ലത്. ഇവിടെ എസ്തപ്പൻ ചേട്ടൻ ഉണ്ടല്ലോ, നീ മടങ്ങിക്കോ. എടാ, ഇനി ആലോചിക്കാനൊന്നുമില്ല, നീ വിട്ടോ. അല്ലേ, ഇറങ്ങിയാണോ? എസ്തപ്പൻ ചേട്ടാ, ഞാൻ ഇറങ്ങിയേക്കുവാ. ഇവനിവിടെ ഒരു കുഴപ്പമുണ്ടാവരുത്. ഒന്നുമില്ലെന്നേ, ഞാൻ നോക്കിയോളാം. എന്നാ ഞാൻ പോട്ടേടാ. ശരി. നന്ദൻ എവിടെ പോയി, എന്തിനു പോയി, അതെനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞേ പറ്റൂ സിദ്ധു. സത്യം പറഞ്ഞ പ്രഭ, അവൻ എവിടെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കള്ളം, പച്ച കള്ളവാ സിദ്ധു പറയുന്നത്. നിനക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 3 പേരും ഒറ്റക്കെട്ട. ഞാൻ അറിയാതെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അമ്മേ, അച്ഛൻ പറയുന്നത് സത്യവാ. അവൻ ദൂരെ എവിടെയാ ഉള്ളത്, അതല്ലാതെ കൂടുതലൊന്നും ഞങ്ങൾക്കറിയില്ല. അവനിപ്പോ മാറി നിൽക്കേണ്ടത് ആവശ്യമാണ് പ്രഭ. നിരപരാധിയായ നമ്മുടെ മോനെ കൊലയാളിയായി ജയിലിൽ തള്ളുക, അതാ ബലരാമന്റെ ഉദ്ദേശം. യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടുന്നതുവരെ നന്ദ മാറിയെന്നേ പറ്റൂ. അതൊക്കെ ശരി. സിദ്ധു എങ്ങോട്ട് അവനെ മാറ്റിയത് അത് പറയും. അതല്ലേ ഇത്ര നേരം പറഞ്ഞത്? എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല. അതുമല്ല, നമ്മളത് അറിയാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പോലീസ് സംശയിച്ച് നമ്മളെ ചോദ്യം ചെയ്ത അവനുള്ള സ്ഥലം നമ്മൾ അറിയാതെ പറഞ്ഞു പോവും. എനിക്കൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട, അല്ലാതെ ഞാനെന്ത് പറയാൻ? സിദ്ധു എന്നെ അങ്ങനെ വിരട്ടി അകറ്റാനൊന്നും നോക്കണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ദേവികയെ ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്കല്ലേ നന്ദനെ പറഞ്ഞയച്ചിരിക്കുന്നത്? അതെ, അവിടെ തന്നെയാ നന്ദനുള്ളത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.